കൊട്ടാരവാതിൽക്കൽ ഭിക്ഷയാചിച്ചിരുന്നയാൾ കതകിലൊട്ടിച്ചിരുന്ന ഒരറിയിപ്പ് കണ്ട് രാജാവ് ഒരു വിരുന്ന് നടത്തി. വിശേഷ വസ്ത്രം ധരിക്കുന്നവർക്ക് മാത്രമാണ് പ്രവേശനം എന്നായിരുന്നു അതിൽ. ഭിക്ഷക്കാരന് വിരുന്നിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹം തോന്നി. പക്ഷേ വിശേഷാൽ വസ്ത്രം ധരിച്ചവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ധൈര്യം സംഭരിച്ച് രാജാവിനെ മുഖം കാണിച്ച അയാൾ തനിക്കും വിരുന്നിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ധരിക്കാൻ വിശേഷ വസ്ത്രമില്ലെന്നും അറിയിച്ചു. ദയതോന്നിയ രാജാവ് അയാൾക്ക് വിരുന്നിൽ പങ്കെടുക്കാൻ അനുമതി കൊടുക്കുകയും വിശേഷ വസ്ത്രം ധരിക്കാൻ കൊടുക്കുകയും ചെയ്തു. പുതിയ വസ്ത്രം ലഭിച്ചതോടെ സന്തോഷം തോന്നിയെങ്കിലും തൻ്റെ മുഷിഞ്ഞ വസ്ത്രം വിട്ടുകളയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മുഷിഞ്ഞ വസ്ത്രം ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ വിരുന്നിന് പ്രവേശിച്ചു. തുണിക്കെട്ട് കയ്യിലിരുന്നത് കാരണം വിരുന്നിൽ ശരിയായി ശ്രദ്ധിക്കാനോ ഭക്ഷണം ആസ്വദിക്കാനോ അയാൾക്കായില്ല, കഴിഞ്ഞില്ല. ദിവസങ്ങൾ പോകുന്തോറും ഭിക്ഷക്കാരന് പഴയ മുഷിഞ്ഞ വസ്ത്രമടങ്ങിയ ഭാണ്ഡക്കെട്ടിലായി കൂടുതൽ ശ്രദ്ധ. എവിടെ പോയാലും അത് കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പഴയ മുഷിഞ്ഞ തുണി അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം മുഴുവൻ കവർന്നെടുത്തു. അപ്പോഴും കയ്യിലിരുന്ന ആ ഭാണ്ഡക്കെട്ട് അവൻ കളഞ്ഞില്ല. ആ ഭിക്ഷക്കാരൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു മുഷിഞ്ഞ ഭാണ്ഡക്കെട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പക, പിണക്കം, ദേഷ്യം, ദുഃഖം എന്നിങ്ങനെ വേണ്ടാത്ത എല്ലാ വസ്തുക്കളുമുണ്ട്. അത് കാത്തു സൂക്ഷിക്കാനുള്ള ശ്രദ്ധ മൂലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷം ആസ്വദിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലുള്ള മുഷിഞ്ഞ ഭാണ്ഡക്കെട്ടുകളെ പുറത്തേക്കെറിഞ്ഞ് കളയുവാൻ നമുക്ക് കഴിയണം. ജീവിതം നമുക്ക് ആസ്വദിച്ച് ജീവിക്കാം. ആകെ കുറച്ച് കാലമല്ലേ ജീവിക്കുന്നുള്ളൂ. ഈ മുഷിഞ്ഞ ഭാണ്ഡക്കെട്ടുമായി എന്തിനാണ് ഇങ്ങനെ പ്രാരാബ്ധത്തോടു കൂടി ജീവിക്കുന്നത്? പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുമ്പോൾ, പുതിയ പുതിയ വസ്ത്രങ്ങൾ കിട്ടുമ്പോൾ, പുതിയ പുതിയ മൂല്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മുഷിഞ്ഞതൊക്കെ എടുത്തങ്ങ് മാറ്റിവെക്കണം. ആസ്വദിച്ച് ജീവിക്കുന്നേ.